ഗായ്സ് ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ പാതിരാത്രി 12 മണിയായി. അതുകൊണ്ട് കേക്ക് കടയൊന്നും തുറക്കാത്തതുകൊണ്ട് ഞങ്ങൾ നൈസായിട്ട് ഒരു ബുൾസി വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് മുറിച്ച് ഗൈസ്. ഓക്കെ, അത് കഴിഞ്ഞ് എന്റെ പെങ്ങൾ നൈസായിട്ട് എനിക്കൊരു ഗിഫ്റ്റ് തന്നു. അത് എന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ വാപ്പിനെ കാണാൻ പോകണം. വാപ്പി ഭയങ്കര ഉറക്കത്തിലാണ്. വാപ്പിനെ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം നോക്കും. ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ ഇൻ മൈ ലൈഫ്. ലവ് യു ലവ് യു ലവ് യു. അപ്പൊ വാപ്പിക്ക് ഞാൻ നൈസായിട്ട് ഒരു എടുക്കാൻ പോകാം. എന്റെ ബർത്ത്ഡേ എന്റെ ഫോട്ടോ തന്നെ കാണിച്ചിട്ട് ഉമ്മ എന്നെ ചോദിക്കണം ഈ ഫോട്ടോ സ്റ്റാറ്റസിലാണ് പോരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഇവിടെ പറഞ്ഞ ഉമ്മയ്ക്ക് ഒരു ഉമ്മയും കൊടുത്ത് ഞാൻ രാത്രി കിടന്നുറങ്ങണം. എനിക്ക് ഉറക്കം പല രാവിലെ ഓന്നൊക്കെ പറഞ്ഞ് എണീക്കുവാണ്. പതിവില്ലാത്ത ശീലമൊക്കെ ഞാൻ തുടങ്ങി പല്ലി വെച്ചിട്ടുണ്ട്. എന്റെ ബർത്ത്ഡേ റെസൊല്യൂഷൻ ആണ്. അത് ഞാൻ അതിന് ഒത്തുള്ളിൽ നിന്ന് വന്ന് നേരെ നിച്ചാപ്പിനെ തുപ്പുള്ളതിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഞാൻ തുപ്പുള്ളതിന് മസലില്ലെന്ന് പറഞ്ഞുകൊണ്ട് തുപ്പുള്ളം പിണങ്ങി കിടക്കണം. അത് കഴിഞ്ഞ് എന്റെ അനിയത്തി തന്ന ഉടുപ്പ് എന്റെ പെങ്ങളെ തന്ന ഉടുപ്പിച്ച് എന്റെ ഒരു സ്റ്റൈലിഷ് എൻട്രി. അപ്പൊ എന്റെ ബർത്ത്ഡേ കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ച തുപ്പലുള്ളതിന് അതിന് വാരി കൊടുക്കുവാണ്. അത് ഞാൻ ചോറ് കഴിക്കാതിരിക്കുവാണ്. അത് ഞാൻ സവാള അരിഞ്ഞു കൊടുക്കാൻ പോവാണ് ഗൈസ്. നമ്മളിന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് ഉമ്മ എല്ലാവരും ഉമ്മ ഭയങ്കര മടിച്ചാണ്. ഞാനാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു മഴ. ആഹാ അന്തസ്. അപ്പൊ നമ്മൾ മഴയത്തിറങ്ങി കളിക്കാനായിട്ട് ഉമ്മയാകപ്പെട്ട് കലിപ്പായി ഉമ്മയുടെ അകത്താണ്ട് പോയി ഇറങ്ങി പനി പിടിക്കുന്നുണ്ട്. അപ്പൊ തന്നെ അമ്മയുടെ ഉണ്ട്. അമ്മി കോളേജിൽ നിന്ന് വന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നൈനുവിന്റെ തല തോർത്തി കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് പനി പിടിക്കുമെന്ന് പറഞ്ഞ് തലയോർത്തി കൊടുക്കണം. അപ്പൊ അമ്മി പറഞ്ഞത് എനിക്ക് കൂടി ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഡാൻസ് കളിക്കുവാണ്. അത് കഴിഞ്ഞ് ഞാനും എന്റെ പെങ്ങളും കൂടി ഞങ്ങൾ ജയിച്ച് MLA ഷാനിമുൾ ഉസ്മാനെ കാണാൻ പോവാണ്. ചിക്കൻ അവളെ പൊരിക്കണമെങ്കിലും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ അവളാണെങ്കിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ പണിയണമെന്ന് പറഞ്ഞിട്ട് ഉമ്മ എനിക്ക് സേമിയ പൊടിക്കണം ജോലി തന്ന്. ഗൈസ് ഇത് ഉമ്മ ഉണ്ടാക്കിയ സേമിയ പായസം. ഇത് ഞാൻ എറിഞ്ഞ സവാള. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ അവിടെ TV കണ്ടിരിക്കാം അഭിനയിച്ചിരിക്കാം, നീ പോയി കേക്ക് കൊണ്ടു. അപ്പൊ ഞാൻ സർപ്രൈസ് ആയിട്ട് ഞെട്ടാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ കേക്ക് മുറിക്കുകയാണ്. ആദ്യമേ കേക്ക് കൊടുക്കാൻ പോകുന്ന ആർക്കാണ്? ടു ദ മോസ്റ്റ് വണ്ടർഫുൾ ഹ്യൂമൻ ബീങ് ഇൻ ദ വേൾഡ്, മൈ ഇൻസ്പിറേഷൻ വാപ്പിക്കാണ് ഫസ്റ്റ് കേക്ക് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഉമ്മയ്ക്കാണ് കേക്ക് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ആർക്കാണ് നെക്സ്റ്റ് കേക്ക് കൊടുക്കുന്നത് ഗസ് ചെയ്യാവോ? നമ്മൾ തുപ്പലുള്ളതിനാണ് കേക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയ ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് സ്നേഹമാണ്. എല്ലാവരും സ്നേഹം ഉണ്ടായാൽ മതി. അപ്പൊ ട്രൈപ്പോഡ് പിടിച്ചിട്ട് വ്ലോഗ് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കണം. അതിനിടയ്ക്ക് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളുണ്ടാക്കിയ ബിരിയാണി അല്ല, ഉമ്മ ഉണ്ടാക്കിയ ബിരിയാണി നമ്മൾ മണത്ത് നോക്കണം. അപ്പൊ എന്നെ നല്ല സമയത്തും ചീത്ത സമയത്തും എന്നോട് എല്ലാ ആൾക്കാരോടും എന്നോട് ദേഷ്യമുള്ള ഇഷ്ടമുള്ള എല്ലാ ആൾക്കാരോടും എനിക്ക് ബർത്ത്ഡേ വിഷയം എല്ലാ ആൾക്കാരോടും എനിക്ക് കാര്യം പറയാനുള്ളത് ഐ ലവ് യു ഗൈസ്. നിങ്ങളില്ല ഞാൻ ഇല്ല.